കേരള സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSFE. KSFEക്ക് മലയാളികൾക്കിടയിൽ ആമുഖം ആവശ്യമില്ല. KSFE ചെയർമാൻ ശ്രീ K. വരദരാജനാണ് ഇന്ന് നമ്മോടൊപ്പം റൈറ്റ് ആംഗിളുള്ളത്. സ്വാഗതം സാർ. ഒട്ടേറെ നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ട്. ബാങ്കിൽ നിക്ഷേപമുണ്ട്, SIPകളുണ്ട്, തുടങ്ങി ഷെയർ മാർക്കറ്റിൽ വരെ, ഓഹരി വിപണിയിൽ വരെ നിക്ഷേപ സാധ്യതകളുള്ള ഒരു സ്ഥലത്ത് ചിട്ടികൾക്ക് എന്താണ് പ്രസക്തി? ചിട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ എന്താണെന്ന് ചോദിച്ചാൽ, ചിട്ടിയോ 50, 60, 80, 100, 120 മാസങ്ങൾ കൊണ്ട് കുറേശ്ശെയായി പണം നിക്ഷേപിക്കുകയും വലിയൊരു സമ്പാദ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. മറ്റെവിടെയും അങ്ങനെ ചെറിയ പണമടച്ച് വലിയ പദ്ധതികളിലേക്ക് എത്തുന്ന സ്കീമുകളില്ല. മാത്രമല്ല, KSFE ചിട്ടിക്ക് വലിയ ആകർഷകമാകാവുന്ന ഒട്ടേറെ പദ്ധതികൾ അതിൻ്റെ കൂടെ ഉണ്ട്. ചിട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അതൊരു കരുതലാണ്, അതൊരു സമ്പാദ്യമാണ്. ഏത് ആവശ്യങ്ങൾക്കും ആളുകൾക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചിട്ടിയിലൂടെ ചെയ്യാനാവും എന്നുള്ളത് കൊണ്ടാണ് ചിട്ടിയെ ആളുകൾ ആശ്രയിക്കുന്നത്. മലയാളി എല്ലാ കാലത്തും ചിട്ടിയോട് ആഭിമുഖ്യം കാണിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ മലയാളികൾ മാത്രമാണ് ചിട്ടിയോട് ആഭിമുഖ്യം കാണിക്കുന്നത്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിട്ടി ഇതുപോലെ ഇല്ല. അല്ല, അത് ഇപ്പം മലയാളികൾ തന്നെ ചിട്ടി എന്ന് പറഞ്ഞാൽ ഈ കുറിച്ചിട്ടികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ആഫീസുകളിലും മറ്റു പലയിടത്തൊക്കെ ഇപ്പോൾ ഒരു മാസം 10,000 രൂപ വെച്ച് 12 മാസം പണം ഇടുക. അപ്പോൾ അതിൽ വീതപ്പലിശയോ മറ്റൊന്നുമില്ല. ആദ്യമേ തന്നെ ലോട്ടിട്ടു, ഓരോരുത്തർക്ക് ഏത് മാസം കൊടുക്കും എന്ന് തീരുമാനിച്ച് ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ചിട്ടികൾ പോലും വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ട്. ആളുകൾക്ക് കുറേശ്ശെ പണം നിക്ഷേപിച്ച് വലിയൊരു എമൗണ്ട് കിട്ടുക എന്നുള്ളത് ആളുകളുടെ ഒരു ആവശ്യമാണ്. പക്ഷേ ചിട്ടിക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അത് ഒരേ സമയത്ത് തന്നെ ലാഭകരമായ ഒന്നാണ്. എപ്പോൾ വേണമെങ്കിലും ചിട്ടിയിൽ നിന്നും പണം പിടിക്കാം, എപ്പോൾ വേണമെങ്കിലും ചിട്ടിയിൽ ചേരാം, എപ്പോൾ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ചിട്ടിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചിട്ടി ആകർഷകമാവുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ചിട്ടി ഇങ്ങനെ വന്നില്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ചിട്ടി 1969 ചിട്ടി പൊതുമേഖലയിൽ അല്ലെങ്കിൽ ഒരു കമ്പനി എന്നുള്ള നിലയിൽ ചിട്ടി വരുന്നത്. അതിനുമുമ്പും കേരളത്തിലെ ചിട്ടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൻപുറങ്ങളിലുള്ള ചെറിയ ചിട്ടികൾ, അതുപോലെ തന്നെ ചെറിയ ചിട്ടി കമ്പനികളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇത്തരം കുറിക്കമ്പനികൾ അവിടെയുണ്ട്. പക്ഷേ കേരളത്തിലുള്ളതുപോലെ വലിയ വിപുലമായ ചിട്ടി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലുള്ള ആളുകളുടെ മുതൽ സമ്പാദ്യശീലമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കുറച്ചേറെ കാലം മുമ്പ് നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ മറ്റെവിടെയും കാണുകയില്ല. മലയാളിക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യം സമ്പാദ്യശീലമാണ്. അതുകൊണ്ടാണ് മലയാളി എത്രയോ വർഷം മുമ്പ് വിദേശ രാജ്യങ്ങളിലേക്കടക്കം ജോലി തേടി പോകുന്ന മലയാളി ഈ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ മലയാളിയെപ്പോലുള്ള ആളുകളില്ല. ഇല്ല, ശരിയാണ്. പക്ഷേ ചിട്ടി ഒരു ബദൽ സമ്പാദ്യ മാർഗമായി കാണാമോ? ബാങ്ക് നിക്ഷേപങ്ങളൊക്കെ പോലെ തന്നെ ചിട്ടിയെ? തീർച്ചയായിട്ടും. ചിട്ടിക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ചിട്ടിക്ക് 100 പേരുടെ ഒരു ചിട്ടിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ 100 ആളുകൾക്കുള്ള സമ്പാദ്യമാണത് ഉറപ്പാക്കുന്നത്. ഒരാൾക്ക് മാത്രമല്ല, 100 പേരുടെ സമ്പാദ്യവും 100 പേരുടെ കരുതലുമാണത് ഉറപ്പാക്കുന്നത്. അപ്പോൾ ഒരാൾ ചിട്ടിയിൽ ചേർന്നു, ഒരു 30% വരെ കുറച്ച് അയാൾക്ക് പിടിക്കാം, ആദ്യം ലേലത്തിൽ പിടിക്കാം. അതിൻ്റെ വീതപ്പലിശ എന്ന് പറയുന്നത് ഈ 100 ആൾക്കും കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു 10,000 രൂപ ചിട്ടിക്ക് അടയ്ക്കേണ്ട ഒരാളിന് ഒരു 30 മാസം വരെ 7,500 രൂപ അടച്ചാൽ മതി. അത് വേറെ ഒരു ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് അത്രയും വലിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിട്ടിയിൽ ചേരുന്നു എന്നുള്ളത് ഒരു ലാഭകരമായ ഇടപെടലാണ്. 10,000 രൂപ ബേസ് പ്രതിമാസം അടയ്ക്കേണ്ടെന്ന ഒരു ചിട്ടിക്ക് പോലും 7,500 രൂപ അടച്ച് പരമാവധി 8,000, 8,500 എത്തി ആ ചിട്ടി പൂർണ്ണമായി തീരും. പക്ഷേ ഈ ചിട്ടിയെ സംബന്ധിച്ച് കേൾക്കുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇതിൻ്റെ പിറകിലുള്ള ചിട്ടിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ചിട്ട് വ്യാപകമായ പരാതികളുണ്ട്. KSFEക്ക് ഒരു പരിധിവരെ അതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിട്ടി KSFE 69 തുടങ്ങുമ്പം KSFE മാത്രമല്ല 2 മേഖലയിലാണ് അന്നത്തെ ഗവൺമെൻറ് ഇടപെട്ടത്. ഒന്ന് ലോട്ടറിയാണ്. അന്ന് നമ്മുടെ നാട്ടിൽ ലോട്ടറി നടത്താൻ ആർക്കും ലോട്ടറി നടത്താം. വ്യക്തിക്ക് നടത്താം, സ്ഥാപനങ്ങൾക്ക് നടത്താം, സ്കൂളുകൾക്ക് നടത്താം, പള്ളിക്ക് നടത്താം, ക്ഷേത്രത്തിന് നടത്താം.
ആരും ചോദിക്കാനില്ല. ചിട്ടി അവർ കുറച്ച് ടിക്കറ്റ് അടിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, ആളുകൾ പാവപ്പെട്ടവർ വാങ്ങിക്കുന്നു, ഒരു സമ്മാനവും കൊടുക്കുന്നില്ല, ഇത് നടത്തി അവൻ മുങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പരാതികളും എന്തൊരു കലാപത്തിലേക്ക് നീങ്ങിയ ഒരു ഘട്ടമാണ് അന്ന്. അതുപോലെയാണ് ചിട്ടി വ്യാപകമായ തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന നിരവധി ചിട്ടി കമ്പനികളും വ്യക്തികളുടെ ചിട്ടികളും നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ രണ്ട് കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടണം എന്ന് തീരുമാനിച്ച് ലോട്ടറി ഒരു ഡിപ്പാർട്ട്മെൻറ്റായും ചിട്ടി ഒരു കമ്പനിയായും അവിടെ നമ്മൾ 69 വരുന്നത്. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുള്ള ഗുണം അത് രണ്ടും ലാഭകരമാണ്. ഇതുവരെയും ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളുടെ ജീവസന്ധാരണത്തിൽ ലോട്ടറി ഇപ്പോൾ ഉപകരിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും ജീവിതം ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റോ. അതുപോലെ തന്നെയാണ് KSFE. ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, വിവാഹം തുടങ്ങി ഏത് കാര്യങ്ങൾക്കും ഇന്ന് എല്ലാവരും ആശ്രയിക്കുന്നത് KSFEയുടെ ചിട്ടിയെ തന്നെയാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിട്ടി ആശ്രയിക്കുന്ന ആളുകൾ ഉണ്ടോ? ഉണ്ട്. അപ്പം തന്നെ പല സ്ഥലത്തും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും KSFE കൊണ്ടാണ്. ഇപ്പം ഞങ്ങളുടെ ചിട്ടിക്കുള്ള ഒരു ഗുണം, ഒരാൾ 1 കോടി രൂപയുടെ ചിട്ടി ചേരുന്നു 3-4 മാസം ചിട്ടി അടച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അയാൾക്ക് 50% ലോൺ കൊടുക്കും. ചിട്ടി ലോൺ വേറെ എവിടെയും കിട്ടുന്നതല്ല. അപ്പോൾ ഒരാളുടെ 1 കോടി രൂപയുടെ ഒരു ചിട്ടിക്ക് ഒരാൾ ചേർന്നാൽ അയാൾ 3 ഗഡുക്കൾ അടച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അയാൾക്ക് ഞങ്ങൾ ലോൺ കൊടുക്കും, ചിട്ടി ലോൺ. അയാളത് അടച്ചു തീരുന്നത് 100 മാസങ്ങൾ കൊണ്ട് അടച്ചു തീരുന്നതിനെയാണ് 3-ാമത്തെ മാസത്തിൽ 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് ചിട്ടി ലോണായിട്ട് കൊടുക്കും. അപ്പോൾ ഒരു സംരംഭം നടത്തേണ്ട ഒരാളിന് ഒരു 50 ലക്ഷം രൂപ പെട്ടെന്ന് അയാൾക്ക് ലഭ്യമാകുക എന്ന് പറയുന്നത് KSFEയുടെ ചിട്ടിയിലൂടെയാണ്. ഇപ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ചു, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണമെന്ന് തീരുമാനിച്ചു, അയാൾക്കൊരു സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ട് എനിക്ക് പണം കിട്ടാൻ എന്നത് KSFEയാണ് ഇന്നതിനു വേണ്ടി നിൽക്കുന്നത്. അയാൾ 1 കോടി രൂപയുടെ ചിട്ടിക്ക് ചേരുക. ആ ചിട്ടിക്ക് ചേർന്ന് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ. 1 കോടി രൂപയുടെ ചിട്ടിയൊക്കെ സാധാരണമായി പോകുന്ന അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇപ്പം 10 ലക്ഷത്തിൻ്റെ ചേർന്നാൽ 5 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ കൊടുക്കും. 20 ലക്ഷത്തിന് ചേർന്നാൽ 10 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ കൊടുക്കും. ആ അർത്ഥത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഒരു സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് KSFE ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായിട്ടും. അതായത് 1000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പ്രതിമാസം അടയ്ക്കാവുന്ന ചിട്ടികളാണ് ഞങ്ങൾ നടത്തുന്നത്. 1000 രൂപയുടെ പ്രതിമാസം 1000 രൂപയ്ക്ക് ചിട്ടി നടത്താം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ചിട്ടിയോടനുബന്ധിച്ച് സമ്മാന പദ്ധതികൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സമ്മാന പദ്ധതിയിൽ 1 കോടി രൂപയുടെ ഫ്ലാറ്റായിരുന്നു ഞങ്ങളുടെ 1ാം സമ്മാനം. അത് ലഭിച്ചത് പത്തനാപുരത്തുള്ള ഒരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർക്കാണ് മേടിച്ചത്. അപ്പം ഈ ചെറിയ ഡിനോമിനേഷനും തൊട്ട് 5 ലക്ഷം രൂപ വരെ പ്രതിമാസം അടയ്ക്കാവുന്ന ചിട്ടികൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ ഏറ്റവും ഈ സമ്പന്നരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ വലിയ ചിട്ടികളൊക്കെ ചേരുന്നതെല്ലാം ബിസിനസ്സുകാരാണ്. അത്തരം ആളുകൾക്കും കൂടി ചേരാവുന്ന തരത്തിലുള്ള വിപുലമായ സംവിധാനം ചിട്ടിക്കുണ്ട്. ഈ ചേരുന്ന ആളുകളുടെ ഒരു രീതി നോക്കിയാൽ ഏത് തരത്തിലുള്ള ഇടത്തരക്കാരാണോ അതോ തീരെ പാവപ്പെട്ടവരാണോ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചവരാണോ കൂടുതൽ പേര് ചിട്ടിയിൽ പങ്കെടുക്കുന്നത്? ഇപ്പം ഞങ്ങൾ കണക്കും പ്രകാരം 45 ലക്ഷം വരിക്കാരാണ് ഇടപാടുകാർ KSFEയിലുണ്ട്. 45 ലക്ഷം കേരളത്തിൽ നിന്ന് മാത്രം. അവരിൽ 45 ലക്ഷം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിനെ വെച്ച് എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ 45 ലക്ഷം ഉണ്ടാവില്ല. കാരണം ഒരാൾ 4, 5, 6 ചിട്ടിയൊക്കെ ചേർന്നവരുണ്ടാവും, 10 ചിട്ടി ചേർന്നവരുണ്ടാവും. എന്നാലും ഒരു 40 ലക്ഷം ആളുകൾ ഞങ്ങളുമായി ഇടപാട് നടത്തുന്നുണ്ട്. ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും പാവപ്പെട്ടവരാണ്, പിന്നെ ഇടത്തരക്കാരാണ്. വൻകിട ആളുകളെന്ന് പറയുന്ന ഈ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ അവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ തുക വലുതായിരിക്കും. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആണിപ്പോൾ. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ചില ആളുകളെ കൂടി ചിട്ടിയിൽ ചേർക്കുന്നതിന് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പം ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ചിട്ടി ചേരുന്നതിനുള്ളൊരു വിഘാതം എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ?
അതേപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ സെക്യൂരിറ്റി തരാൻ അവർക്ക് ഭൂമിയോ മറ്റോ ഒന്നുമില്ല. പക്ഷേ അവരെ നമുക്ക് ചിട്ടി ചേർക്കാൻ പറ്റുന്നൊരു പദ്ധതി ഞങ്ങളിപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട്. അവരെ ചിട്ടി ചേർക്കുക. അവർക്ക് ചിട്ടി ലോണോ ചിട്ടി പിടിക്കാനോ പറ്റില്ല. അവർ ചിട്ടി ചേർന്ന് ചിട്ടി പിടിക്കുകയാണെങ്കിൽ അവർക്ക് ലോട്ടറി അടിച്ച് വീഴുകയാണെങ്കിൽ ആ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയും കാലാവധി തീരുമ്പോൾ അവർക്ക് ഞങ്ങളുടെ സുഗമ അക്കൗണ്ടിൻ്റെ പലിശയടക്കം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി. അപ്പോൾ ഒരു 25 മാസം കൊണ്ട് 2000 രൂപയോ അല്ലെ 2500 രൂപയോ വെച്ച് പ്രതിമാസം അടയ്ക്കുന്ന ഒരു ചിട്ടിയിൽ അയാൾ ചേർന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ആ ചിട്ടി തീരുന്നതിന് അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ചിട്ടി അടിച്ചാൽ ആ ചിട്ടി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ സുഗമ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. കാലാവധി തീരുന്ന മുറയ്ക്ക് ആ പൈസ അയാൾക്ക് കൊടുക്കും. അപ്പം അയാൾക്ക് വിധ പലിശയും മറ്റും കിട്ടും. പിന്നീട് ഒരു പ്രശ്നവുമില്ലാതെ മാസം തോറും ചെറിയ പണം അടച്ച് അവസാനം ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു പൈസ അയാൾക്ക് മുതലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെയും കൂടി ചിട്ടി ചേർക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഇല്ലാതെ ചിട്ടി നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ചിട്ടിയിൽ ചേർന്നിട്ട് ആദ്യം ഒരു 2-3 തവണ അടച്ചു, അയാളുടെ വരുമാന സ്രോതസ് അടഞ്ഞുപോയി, പിന്നെ അടയ്ക്കാൻ മാർഗ്ഗമില്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും? അതിന് 2 മാർഗ്ഗങ്ങളാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. ഇപ്പം ഒരു മുടക്കച്ചിട്ടിയിൽ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ ചേരും. അതെനിക്കൊരു ആളുകൾക്ക് താല്പര്യമുള്ള ഒരു കേസാണ് മുടക്കച്ചിട്ടിയിൽ ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ ആ മുടക്കച്ചിട്ടിയിൽ ചേരുമ്പോൾ ഞാൻ അടച്ച എത്രയാണോ ഈ അടച്ചത് ആ പണം അയാൾക്ക് നമ്മൾ തിരികെ കൊടുക്കും. മുടക്കച്ചിട്ടിക്കാരൻ അതേയും കൂടെ ചേർത്തുള്ള പൈസ അടച്ച് അയാൾക്ക് ചിട്ടിയിൽ തുടരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുടക്കച്ചിട്ടിക്കാരനൊരു 25ാമത്തെ ചിട്ടിയിൽ വന്ന് ചേർന്നാലും അയാൾക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് അയാൾക്ക് ആ ചിട്ടി പൂർത്തീകരിച്ച് പണം ഉണ്ടാക്കാൻ കഴിയും. ആദ്യം അടച്ച ആൾക്ക് അയാളുടെ തുക കിട്ടുകയും തുക കൊടുക്കുകയും ചെയ്യും. അത് ഈ അടയ്ക്കുന്നതിൽ നിന്ന് എടുത്തല്ലേ കൊടുക്കും? അതെ അതെ. അപ്പോൾ ഇയാൾക്ക് ആ നഷ്ടം വരില്ലേ? ഇല്ല, ഈ മുടക്കച്ചിട്ടിക്കാരൻ ഇതിന് ഒഴിച്ചല്ലേ അടയ്ക്കുന്നത്. 3 ഗഡുക്കളോ അല്ലെ 10 ഗഡുക്കളോ അടച്ച ഒരാളുടെ ഒഴിച്ചാണല്ലോ അയാൾ അടച്ചു തുടങ്ങുന്നത്. അതിവിടെ കിടക്കുകയല്ലേ. അപ്പോൾ ആ തുകയാണ് നമ്മൾ തിരിച്ച് ഈ KSFE അയാൾക്ക് കൊടുക്കുന്നത്. ഈ ആദ്യം ചേർന്നയാളിൽ മുടക്കം വരുത്തിയ ആളിന് കൊടുക്കും. ഈ ചിട്ടിയിലൊരു സ്ത്രീകളുടെ പങ്കാളിത്തം എങ്ങനെയാണ്? സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ചിട്ടിയിൽ ചേരുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ പ്രവാസികൾക്കൊരു ചിട്ടിയുണ്ട്, ഞങ്ങൾ പ്രവാസി ചിട്ടി ഓൺലൈനാണ് കംപ്ലീറ്റ്. പ്രവാസികൾക്ക് ഓൺലൈനായി ചിട്ടിയിൽ ചേരാൻ ചിട്ടി ചേരുക മാത്രമല്ല, ചിട്ടി പിടിക്കാം, ലേലത്തിൽ ചേരാം, എല്ലാം ഓൺലൈനാണ്. അതിന് ഒരു ഡിജിറ്റൽ ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് എക്സ്ക്ലൂസീവാണ്. ഇതുമായി ബന്ധപ്പെടാതെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതും വലിയ വിജയകരമായി നടക്കുന്ന ഒരു കാര്യമാണ്. മാസം ഒരു 6 കോടി 7 കോടി രൂപയുടെ ചിട്ടിയാണ് അവിടെ നടക്കുന്നുണ്ട്. ലാഭകരമായ ഒരു കാര്യമാണ്. പ്രവാസികൾക്ക് മാത്രമാണോ ഓൺലൈനായിട്ട്? അല്ല, കേരളത്തിന് വെളിയിലുള്ളവർക്കും ചേരാം, കേരളത്തിലുള്ളവർക്കും ചേരാം. പക്ഷേ കേരളത്തിലുള്ളവർക്ക് ഓൺലൈനായി ചിട്ടിയിൽ ചേരാൻ കഴിയും. അതായത് എല്ലാ ചിട്ടിയിലും ചേരാൻ കഴിയും. KSFE ഓഫീസിൽ വരാതെ തന്നെ ആർക്ക് വേണമെങ്കിലും അവരുടെ തന്നെ വീട്ടിലിരുന്ന് ഓഫീസിലിരുന്ന് ചേരാൻ കഴിയും. ചിട്ടിയിൽ ചേരാം, പണമടയ്ക്കാം, ലേലത്തിൽ പങ്കെടുക്കാം, മറ്റെല്ലാ ഇടപാടുകളും അതിലൂടെ അവർക്ക് നടത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിട്ടിയിൽ ചേരുന്നതിൽ സ്ത്രീകളാണ് കൂടുതലെന്ന് പറഞ്ഞല്ലോ. അതെ. അവർ അതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക്? സമ്പാദ്യശീലം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പണം കിട്ടിയാൽ കയ്യിലിരുന്നാൽ ചിലവായി പോവും. അതുകൊണ്ട് തന്നെ അവർ മാസം തോറും ഒരു ചെറിയ തുക ഡെപ്പോസിറ്റ് ചെയ്താൽ ആരും, ഇപ്പം ഞങ്ങൾ പ്രവാസി ചിട്ടിക്ക് തന്നെ കാണുന്നൊരു കാര്യം, നേരത്തെയൊക്കെ ഇവിടെ ചിട്ടിക്ക് ധാരാളം ആളുകൾ പ്രവാസികൾ ചേരും. പക്ഷെ അവരുടെ പണം നാട്ടിലുള്ള ബന്ധുവിനോ ഭർത്താവിനോ മക്കൾക്കോ ഭാര്യയ്ക്കോ അയച്ചു കൊടുത്തിട്ട് അവരാണിവിടെ ചേരുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണം കൃത്യമായി അടയ്ക്കാതിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അത് അവരറിയുന്നില്ല. അവസാനം ചിട്ടി പിടിക്കാൻ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ റിക്കവറി നോട്ടീസ് ചെല്ലുമ്പോഴോ ആണ് അവരറിയുന്നത് നമ്മുടെ ചിട്ടി ഇവർ അയച്ച കാശ് വീട്ടുകാരടച്ചില്ലല്ലോ എന്നുള്ള കാര്യം അറിയുന്നത്. ഇപ്പം നേരെ തിരിച്ചാ, നേരിട്ടടയ്ക്കാം, ആരും അറിയാതെ ചിട്ടി ചേരാം. വീട്ടുകാർ പോലും അറിയാതെ ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകളെന്ന് പറയുന്നത് നല്ലൊരു ശതമാനം താഴെത്തട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പോൾ അവരുടെ സമ്പാദ്യം വീട്ടുകാർ പോലും അറിയാതെ അവർക്കിവിടെ ചിട്ടി ചേർന്ന് ആ ചിട്ടി പിടിച്ച് ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ഏതെങ്കിലും കാലത്ത് നാട്ടിൽ വരുമ്പോൾ കൃത്യമായ പലിശയോടുകൂടി അത് അവർക്ക് വിഡ്രോ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാം. അതാണ് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇതിനോട് ഏറ്റവും വലിയ താല്പര്യം തോന്നുന്നതിനുള്ള ഒരു കാര്യം ഇതാണ്. ഈ ചൂഷണമാണ് അവരോട് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. ഭർത്താവായാലും ശരി, മക്കളായാലും ശരി ഒക്കെ തന്നെ
നല്ലൊരു ശതമാനം ആളുകൾ അവരെ ചൂഷണം ചെയ്യും. സ്ത്രീകളെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരുഷന്മാരും ചിട്ടിക്ക് കാശ് അടച്ചിട്ട് അവരുടെ ചിട്ടിക്കാശ് കൃത്യമായിട്ട് അടയുന്നില്ല എന്നുള്ള ധാരാളം പരാതികൾ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളുടെ അടുത്ത് ചിട്ടി അടയ്ക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് സ്ഥിരമായ ആളുകളെ കൊണ്ട് ചിട്ടി അടപ്പിക്കുന്ന ഒത്തേറെ ആളുകളുണ്ട്, ബിസിനസ്സുകാരുമൊക്കെ. അവരും കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ധാരാളം വാർത്തയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളുടെ ചിട്ടി പൈസ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയാൾ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയാൾക്ക് ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കും വാട്സാപ്പിൽ, നിങ്ങളുടെ പണം ഇവിടെ അടഞ്ഞിട്ടുണ്ട് എന്ന്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇടപെടാം, അന്വേഷിക്കാം. പ്രവാസികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് KSFIയുടെ ഇത്തരം നല്ല ഇപ്പം 125 രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ ഞങ്ങളുടെ പ്രവാസി ചിട്ടിയിൽ ചേർന്നിട്ടുണ്ട്. 125 രാജ്യങ്ങളിൽ. വലിയൊരു നേട്ടമാണ്. വലിയൊരു നേട്ടമാണ് അത്. ഞങ്ങൾ ഈ പ്രവാസി ചിട്ടിയുടെ പണം മുഴുവൻ ഞങ്ങൾ കിഫ്ബിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ പൈസ ട്രഷറിയിലാണ് നിക്ഷേപിക്കുന്നത്. ഇത് കിഫ്ബിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. കിഫ്ബി ഞങ്ങൾക്ക് അതിൻ്റെ പലിശ എല്ലാ മാസവും തരും. അപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിൽ ഞങ്ങളുടെയും കൂടി ഒരു സംഭാവന എന്നുള്ള നിലയിലാണ് ഇത് കിഫ്ബിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ശരി, സ്ത്രീകളാണ് പങ്കെടുക്കുന്നതിൽ കൂടുതലെന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ KSFIക്ക് ഉണ്ടോ? എല്ലാ കാലത്തും ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന ഉണ്ട്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് വനിതാ ദിനം പ്രമാണിച്ച് ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചതെന്ന് വെച്ചാൽ 5% പലിശയ്ക്ക് സ്ത്രീകൾക്ക് 25 ലക്ഷം രൂപ വരെ ഒറ്റ ദിവസം 25 ലക്ഷം രൂപ വരെ എത്ര വേണമെങ്കിലും അവർക്ക് സ്വർണ്ണപ്പണയ വായ്പ കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവരികയുണ്ടായി. നമ്മുടെ സ്വർണ്ണപ്പണയ വായ്പയ്ക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ഒരു വർഷക്കാലത്തേക്ക് അതിന് വേറെ നടപടികളൊന്നുമില്ല. അടയ്ക്കുന്നതോറും അത് ഡിമിനിഷിംഗ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ ലാഭകരമായ ഒരു സ്വർണ്ണപ്പണയ വായ്പയാണ്. വലിയ തോതിൽ ഞങ്ങളുടെ മേഖലയിൽ വളർന്നു വരുന്ന ഒരു മേഖല സ്വർണ്ണപ്പണയ വായ്പ തന്നെയാണ്. സ്വകാര്യ സ്വർണ്ണപ്പണയ വായ്പ നടത്തുന്ന സ്ഥാപനങ്ങളുമായി ഇപ്പോഴും നമ്മൾ വലിയ മത്സരത്തിലാണ്. അവർക്കാണ് ഇപ്പോഴും മുൻകൈയെങ്കിലും ഞങ്ങൾ ആ മേഖലയിൽ വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. ഞങ്ങൾ കമ്പോള വിലയുടെ 90% വരെ സ്വർണ്ണപ്പണയത്തിന്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ? അല്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഞങ്ങളുടെ റേറ്റിനുള്ള ഒരു ഗുണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹിഡൻ അജണ്ടയില്ല, ഡിമിനിഷിംഗ് ആണ്. എപ്പോഴും നിങ്ങൾ അവസാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് സ്വർണ്ണപ്പണയ വായ്പ കൊടുക്കുന്നത് ഞങ്ങളാണ്. മറ്റു പല സ്ഥാപനങ്ങളും നിങ്ങളൊരു 10 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞാൽ അതിൻ്റെ പലിശ വീണ്ടും കൂടും. 24 മാസമായാൽ ഇരട്ടിയാവും, 36 ആയാൽ അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ എത്രനാണോ ഓഫർ ചെയ്തത് അവിടെ നിന്നും ഒരു 2 വർഷം കഴിഞ്ഞ് കുടിശ്ശികയായാൽ ആ ഓഫർ ചെയ്തിടത്തുനിന്നും 5 ഇരട്ടി 6 ഇരട്ടി പലിശ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവസാനം അത് എടുക്കാൻ പറ്റാതെ ലേലത്തിൽ പോകുന്നു, കൈയൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അവിടെയല്ല, നമ്മൾക്ക് ആ പ്രശ്നമേ ഇല്ല. ഒരാളുടെയും പൈസയ്ക്ക് അങ്ങനെ നഷ്ടം വരുന്നില്ല. ഒരു വർഷക്കാലത്തേക്ക് ഒരു തരത്തിലുള്ള വർധനവും കൊണ്ടുവരുന്നില്ല. അതിനുശേഷം മാത്രമാണ് അടയ്ക്കുന്നില്ല എങ്കിൽ, പുതുക്കി വയ്ക്കുന്നില്ല എങ്കിൽ ചെറിയ തോതിലുള്ള വർധനവ് നമ്മൾ ഏർപ്പെടുത്തുക. അതൊക്കെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള പലിശ നിരക്കിൽ നിന്നും ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടയും ഇല്ലാതാണ് സ്വർണ്ണപ്പണയ വായ്പ നടത്തുന്നത്. ഞങ്ങൾ സ്ത്രീകൾ മാത്രമായി നടത്തുന്ന ശാഖകളുണ്ട്. വനിതാ വർഷത്തിൽ തീരുമാനിച്ചതാണ്. എത്ര ശാഖയുണ്ട്? ഇപ്പം 2 ശാഖയാണുള്ളത്. ഇന്ന് ഞങ്ങൾ ഒരെണ്ണം തീരുമാനിച്ചത്, 2 എണ്ണം കൂടി ഈ 8-ാം തീയതി ആരംഭിക്കണം. എവിടെയൊക്കെയാണ് നിലവിൽ? ഇപ്പോൾ ഒന്ന് തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇനി എവിടെയൊക്കെയാണ് തുടങ്ങാൻ? ഇപ്പോൾ കൊല്ലത്ത് തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, കോഴിക്കോട് തുടങ്ങണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ല നിലയിൽ നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ സ്ഥാപനത്തിലുള്ള ഒരു പ്രത്യേകത, ഏതാണ്ട് 60% സ്ത്രീകളാണ് ജീവനക്കാരായിട്ടുള്ളത്. KSFIയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് ഇപ്പം ഞങ്ങളാണ്. എത്ര എംപ്ലോയീസാണ് നിലവിലുള്ളത്? ഇപ്പോൾ ഉള്ളത് 8300 ജീവനക്കാരുണ്ട്. ആ 8300 ജീവനക്കാരിൽ 4000-ഓളം ആളുകളെ നിയമിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 3000-ലധികം ആളുകളെ ഞങ്ങൾ KSFIയിൽ നിയമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ആ PSC നിയമനം നടക്കുന്നതിൽ നിന്ന് ഒരു സ്ഥാപനം എടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകളെ PSC മുഖാന്തരം നിയമിക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു 250 ആളുകൾക്ക് അഡ്വൈസ് അയച്ചിരിക്കുകയാണ്. 618 ബ്രാഞ്ചുകൾ, 686 ബ്രാഞ്ചുകളുടെ എണ്ണം ഇനി വർദ്ധിപ്പിക്കാൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ വീണ്ടും ആൾക്കാരെ എടുക്കേണ്ടി വരും. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഈ വർഷം എത്തണം. ഈ 2025 നിലവിൽ 97,000 കോടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2025
1,00,000 കോടിയിലെത്തണം എന്നത് 2025 ആദ്യ ഭാഗത്ത് തന്നെ ഞങ്ങൾക്ക് എത്താനാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ അങ്ങനെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ശാഖകൾ തുടങ്ങണം. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തുകളിലും KSFIയുടെ ഒരു ശാഖ ഉണ്ടാവണം. ഈ പുതിയ തലമുറ ചിട്ടിയിൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യത്തിൽ ചിട്ടിയുടെയും KSFIയുടെയും ഭാവി എന്തായിരിക്കും? അല്ല, പുതിയ തലമുറ അങ്ങനെ അകന്നു പോകുന്നെന്ന് പറയാൻ പറ്റില്ല. പുതിയ തലമുറ വളർന്നു വരുന്നതോടുകൂടിയാണ് അവർ ചിട്ടിയിലേക്ക് ചേരുക എന്നുള്ളതാണ്. അവർ ചെറുപ്പക്കാരായി നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ മനോഭാവത്തിൽ നിന്നും അവരൊരു കുടുംബത്തിലേക്കും മറ്റുമൊക്കെ മാറുമ്പോഴത്തേക്ക് അവർ ചിട്ടിയിൽ ചേരും. കാരണം അവർക്കും ഈ നമ്മളെ നാട്ടിൽ ഇതൊക്കെ ആണെങ്കിലും ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും വരുമാനമൊക്കെ വർദ്ധിച്ചെന്ന് പറഞ്ഞാലും ഈ വരുമാനം എന്ന് പറയുന്നത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള അവസരത്തിൽ ഇതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ മാറും. ചെറുപ്പക്കാരൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ലെങ്കിലും അവൻ ഒരു കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും കുടുംബമാകുമ്പോഴേക്കും അവർ മാറും. അതുകൊണ്ട് പൂർണ്ണമായി അവർ മാറി നിൽക്കുന്നു എന്നുള്ള സ്ഥിതിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ വർഷവും ഞങ്ങൾ ടാർഗറ്റ് വർദ്ധിപ്പിച്ചാണ് തീരുമാനിക്കുന്നത്. 50 കോടി അല്ലെങ്കിൽ 70 കോടി കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ ടാർഗറ്റ് ഇടും. പക്ഷേ ആ ടാർഗറ്റ് പോലും ഞങ്ങൾക്ക് 12 മാസത്തെ ടാർഗറ്റ് പോലും 9 മാസം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനാവുന്ന തരത്തിൽ ആളുകൾ ചിട്ടിയിൽ ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിട്ടി അടുത്ത കാലത്തൊന്നും ഒരു ഭീഷണിയെ നേരിടുന്നവരൊന്നല്ല. കാരണം മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അവൻ്റെ സമ്പാദ്യശീലവും കരുതലും തന്നെയാണ്. മക്കൾക്ക് വേണ്ടി കരുതുക, അതാണല്ലോ കുടുംബത്തിന് വേണ്ടി കരുതുക. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുന്നിടത്തോളം കാലം ചിട്ടിക്കൊരു ഭീഷണി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഞങ്ങൾ ഈ ചിട്ടിയിൽ നിന്നും ചില വൈവിധ്യപൂർണമായ മേഖലകളിലേക്ക് മാറണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്രമായ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് മാറുക. ഞങ്ങൾ നോൺ ബാങ്കിങ് സംവിധാനമായതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിൻ്റെയും മറ്റും പല നിബന്ധനകളും ഞങ്ങൾക്ക് ബാധകമായതുകൊണ്ട് തന്നെ ബാങ്കിങ് സംവിധാനം അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പം അതൊഴിച്ചുള്ള മറ്റ് മേഖലകളിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ ചെറുകിട വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും അടക്കമുള്ളതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ. അതായത് KSFI ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. KSFI നേരിട്ടല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സഹായകരമായ തരത്തിൽ ലോണും വായ്പകളും കൊടുക്കുകയും അതിൽ അവർക്ക് വേണ്ട സാങ്കേതികമായ സഹായങ്ങളടക്കം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇൻഷുറൻസ് മേഖലയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു രൂപരേഖ ആയിട്ടുണ്ടോ? ഏതാണ്ട് ആയിട്ടുണ്ട്. ഏത് മേഖല? ആരോഗ്യ ഇൻഷുറൻസിലേക്കാണോ? അല്ല, എല്ലാ ഇൻഷുറൻസ് മേഖലയിലേക്കും നമ്മൾ കടക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ പരിരക്ഷാ ഇൻഷുറൻസ് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ തന്നെ KSFIയിലെ ജീവനക്കാർക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ഞങ്ങൾ സ്വന്തം ഇൻഷുറൻസ് സ്കീം വേണോ പുറത്തുനിന്ന് വേണോ എന്നുള്ളത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് അല്ല നടത്തുന്നത്, മോട്ടോർ ഇൻഷുറൻസ് മറ്റ് കാര്യങ്ങളല്ല. അങ്ങനെ എല്ലാ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസ് മേഖലയിലും നമുക്ക് ഇടപെടാനാവണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വളരെ കോമ്പറ്റീറ്റീവ് ഒരു ഫീൽഡാണ്. ഒട്ടേറെ കമ്പനികളുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന KSFI പോലെ ഒരു സ്ഥാപനത്തിന്, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു സ്ഥാപനത്തിന് എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയും? അത് മോശമല്ലാത്ത തരത്തിൽ. അതിവിടെയാണ് ഞാൻ പറയുന്നത്, വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കമ്പനിയായി ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനി രൂപവൽക്കരിച്ചാൽ ജനങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഗ്യാരണ്ടിയാണ് ഇത് നൽകുന്നത്. മറ്റേത് സ്ഥാപനങ്ങളെ പോലെ ഇപ്പോൾ നമുക്കറിയാം, ബാങ്കുകളിൽ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ നടത്തുന്ന ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് അത് സ്വകാര്യമാണ്, അതൊരു പ്രൈവറ്റ് ഫേമായിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമായി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.